ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ വിത്ത് അനല. നിങ്ങൾ ലൈഫിലെ ഏത് സിറ്റുവേഷനിലും ആയിക്കോട്ടെ, ഈ സമയം നിങ്ങളിലേക്ക് ഡിവൈൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിലും ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഈ വീഡിയോയിലൂടെ കിട്ടുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. ബേസിക് ലെവൽ തുടങ്ങി അഡ്വാൻസ് ലെവൽ വരെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അതെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു 1 മന്ത് കോഴ്സായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല തുടങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇതിനിപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് 500 രൂപയാണ് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗിൽ എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ നമ്മളൊരു ഫ്രീ ആയിട്ടൊരു സെഷൻ നടത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്വന്തം ശരീരം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഹെയർ കെയർ, സ്കിൻ കെയർ, പിന്നെ കുറച്ച് ബോഡി മൂവ്മെൻറ്റ്സ്, ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എല്ലാ ദിവസവും ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന രാവിലത്തെ സെഷനിലേക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മളുടെ കറണ്ട് എനർജി ചെക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? 8 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ നല്ല രീതിയിൽ എന്തൊക്കെയോ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കുറേ അധ്വാനിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മെയിൻ ലെസൺ എന്താണെന്ന് നോക്കാം. ഹെയറോഫൻറ്റ്, സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി എഫേർട്ട് അതിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ മാക്സിമം എഫേർട്ടും മാക്സിമം ശ്രദ്ധയും ഈ ഒരു കാര്യത്തിലേക്ക്, നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിലേക്ക് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്കില്ല് ഇപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം, എക്വിപ്ഡ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കൂടുതൽ ലേണിംഗ്, കൂടുതൽ അറിവ് നേടുക, സ്കില്ല് നേടുക, കഴിവുകൾ നേടുക എന്ന മെസ്സേജ് യൂണിവേഴ്സ് തരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ എന്താണ് അവെയർ ആയിരിക്കേണ്ടത് എന്ന് നോക്കാം. എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഒരു ബോധം, തിരിച്ചറിവ് ഉണ്ടായിരിക്കേണ്ടത് നോക്കാം. യു ഷുഡ് ബിക്കം അവെയർ ഓഫ്. നമുക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സിന് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ കംപ്ലീറ്റ്ലി നിങ്ങളുടെ മുന്നിൽ റിവീൽ ആയിട്ടില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ചില എന്താ പറയുക, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഫേർട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നിയേക്കാം. അത് തോന്നുന്നത് യൂണിവേഴ്സിൻ്റെ ശരിക്കുമുള്ള പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ ഈ ഒരു എഫേർട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാണുന്നത്. എന്താണ് ഈ സമയത്ത് നിങ്ങളുടെ പ്രോഗ്രസ് ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ ശ്രദ്ധ മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എക്സാമിനൊക്കെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകൾ ഡൈവേർട്ടായി പോകുന്നുണ്ട്. ഒരു പക്ഷേ ഫോണിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം. അത് മാറ്റിവെക്കുക. അത് നിങ്ങൾക്ക് ബ്ലോക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ അപ്പോൾ എന്ത് എനർജിയാണ് നമുക്ക് റിലീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫുൾ എനർജി, ഒരു കെയർലെസ്നെസ്, മൊത്തത്തിലുള്ള ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഒരു
എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ വന്നോട്ടെ, വരുന്നെടുത്ത് വെച്ച് കാണാം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അല്ല ഇപ്പോൾ വേണ്ടത്. ഫോക്കസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഹിഡൻ സ്ട്രെങ്ത് എന്താണ് എന്ന് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ്. എത്ര ദുരിതം പിടിച്ച സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ കഴിവ്, അത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ്. ഇത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു എന്ത് സ്ട്രഗിൾ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള, ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ പവർ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ മൈൻഡ് പ്ലേ തിരിച്ചറിയുക. നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും ഇത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് എന്താവാനാ എന്നൊക്കെ നിങ്ങളെ കൊണ്ട് മൈൻഡ് ചിന്തിപ്പിക്കുന്നുണ്ടായിരിക്കും. അത് മൈൻഡ് പ്ലേ ആണ്. ഇറ്റ് ഈസ് ട്രൈങ് ടു ട്രിക്ക് യു. നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ വീഴരുത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ്. പിടിച്ചു നിൽക്കുക. ഈ കഴിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എന്ത് എനർജിയാണ് നിങ്ങൾ ഈ സമയത്ത് സ്വീകരിക്കേണ്ടതെന്ന് നോക്കാം. ഏസ് ഓഫ് സ്വാർഡ്സ്. ക്ലാരിറ്റി. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ഒരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുക. നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എഴുതി വയ്ക്കുക. ഒരു ബുക്ക് എടുത്തിട്ട്, ഒരു ഫ്രഷ് നോട്ട് ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ലക്ഷ്യം അത് എഴുതി വയ്ക്കുക. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളതിനെ വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതി വെച്ച് അത് എല്ലാ ദിവസവും അതിലേക്ക് നോക്കുക, വിഷ്വലൈസ് ചെയ്യുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ആ ലക്ഷ്യത്തിൻ്റെ മേൽ നിങ്ങൾ എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എന്ത് ഞാൻ ചെയ്തു എന്നുള്ളത് അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എത്ര പോർഷൻ നിങ്ങൾ പഠിച്ചു തീർത്തു, അല്ലെങ്കിൽ എൻ്റെ സ്കില്ല് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്ന് നേടി, അങ്ങനെ ജസ്റ്റ് പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങളുടെ മൈൻഡിന് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് തരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിലെ ഏത് ഏരിയയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്ന് നോക്കാം. നെഗ്ലക്റ്റഡ് ആയി കിടക്കുന്ന നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ഏരിയ, നിങ്ങളുടെ മാനസിക ആരോഗ്യം, അത് ശരിയാക്കാനായിട്ട് ഒരു ഗൈഡൻസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ആകുലതയുണ്ട്, ടെൻഷനുണ്ട്, ആൻസൈറ്റി ഉണ്ട്. ഇത് സ്വാഭാവികമാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇത് നടന്നില്ലെങ്കിൽ എന്താകും തുടങ്ങിയ ടെൻഷനുകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ തകർക്കാനായിട്ട് ഈ ടെൻഷനെ അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ നെർവസ് സിസ്റ്റം അതിന് പ്രിപ്പയർ ആയിട്ടില്ല. നിങ്ങളുടെ നെർവസ് സിസ്റ്റം ആ ഒരു സർവൈവൽ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരിക. ഇനി നിങ്ങളുടെ ഇന്നർ വോയിസ് ഈ സമയത്ത് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നമ്മൾക്കെല്ലാവർക്കും ഇൻറ്റ്യൂഷനുണ്ട്. അത് പക്ഷേ പലപ്പോഴും അത് ബ്ലോക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ്. വീണ്ടും സ്കിൽ എന്ന് പറയുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3ാമത്തെ കാർഡാണ് വരുന്നത്, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളത്. ഇത് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് തന്നെയാണ് നിങ്ങളുടെ ഇന്നർ വോയിസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോടിപ്പോൾ പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നിങ്ങളറിയാതെ തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ്? ട്രാൻസ്ഫോർമേഷൻ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞു സാഹചര്യങ്ങളോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അത് ശരിക്കും യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില എനർജികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകേണ്ടതായിട്ടുണ്ട്. അത് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻഷനും വിഷമമൊക്കെ കാണുമായിരിക്കും. പക്ഷേ ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളുടെ സോൾ ഗ്രോത്ത് നടക്കുന്നുണ്ട്. ലൈഫിൽ പുതിയ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ് യൂണിവേഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണോ നിങ്ങളിപ്പോൾ വേദനിപ്പിക്കുന്നത്, ആ കാര്യത്തെ അലൗ ചെയ്യുക. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് കൺഫർമേഷനാണ്. കാരണം ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്, മേജർ അർക്കാനയാണ്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു എഫക്റ്റ് ലൈഫിൽ തീർച്ചയായിട്ടും കാണും. ഇതൊരിക്കലും ഫിസിക്കൽ ഡെത്ത് അല്ല ഉദ്ദേശിക്കുന്നത്, മാറ്റം, മാനസികമായിട്ടുള്ള മാറ്റം എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരിക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾ തരണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ് ഈ സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് നോക്കാം. ഏസ് ഓഫ് വാൻഡ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള ആ ഒരു പാഷൻ, ആ ഒരു ഫയർ ഉണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ, ഇപ്പോൾ ഇത് നേടണം എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, അതിനെ മുറുകെ പിടിക്കുക. ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അത് വിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ,
ഇനി എന്ത് അനുഗ്രഹമാണ് ലൈഫിലേക്ക് വരുന്നത് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ബ്യൂട്ടിഫുൾ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ധനമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലെവലിൽ വെച്ച് കിട്ടുന്നതിലും അപ്പുറത്ത് ഉള്ള ഒരു ജോലി കിട്ടാനായിട്ട്. ഇനി വർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് സ്കില്ലാണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുവഴി നിങ്ങളിലേക്ക് പണം വരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കൺഫർമേഷൻ. ഇനി നിങ്ങൾ ഈ ഒരു ഗൈഡൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഔട്ട്കം ആണ് വരാൻ പോകുന്നത് നോക്കാം. വാട്ട് ഔട്ട്കം ക്യാൻ യു എക്സ്പെക്ട്? 3 ഓഫ് കപ്സ്, സെലിബ്രേഷനാണ് കേട്ടോ വരുന്നത്. ഈ ഒരു വിജയം ഇത് വളരെ കൊഹറൻ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. സ്റ്റാർട്ടിങ് തുടങ്ങി പിന്നെ അതിൻ്റെ എന്താ പറയുക തുടർച്ച, എന്താണ് പ്രശ്നം, എങ്ങനെ ഇത് പരിഹരിക്കാൻ സാധിക്കും, എന്ത് സംഭവിക്കും, ഇങ്ങനെ വളരെ ഓർഡറിലാണ് ഈ കാർഡുകളൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സെലിബ്രേഷനിലേക്കുള്ള വഴി ഇത് തെളിച്ചു തരും. ലൈഫിൽ പുതിയ ചില വെളിച്ചങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു മാറ്റം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്കില്ലുകൾ വിട്ടുകളയാതിരിക്കുക, അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു ഫൈനൽ ഗൈഡൻസ് കൂടി എടുക്കാം. വാട്ട് ഈസ് ദ ഫൈനൽ മെസ്സേജ് ഫ്രം യൂണിവേഴ്സ്? 6 ഓഫ് സോർഡ്സ്, നിങ്ങളുടെ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇതുപോലെ പലതും നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് നിർത്തിക്കളഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യേണ്ട സമയമാണ്. ഇത്രയും കാർഡുകൾ നിങ്ങളോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ വേദനയുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അലവ് ചെയ്യുക, വിട്ടുകളയുക. ലൈഫിൽ അത് വന്നു പോട്ടെ, ആ വേദനകൾ ലൈഫിൽ കൂടെ കടന്നു പോട്ടെ. കാരണം നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം നിങ്ങൾ വരാൻ പോകുന്നത് പുതിയൊരു പ്രഭാതത്തിലേക്കാണ്. പുതിയൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ലൈഫിൽ വരുന്നത്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയാൻ അല്ലെങ്കിൽ പിന്നത്തേക്കാവട്ടെ എന്ന് വിചാരിച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ ഒക്കെ തോന്നൽ വരുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക. തലയ്ക്കകത്ത് ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് പേപ്പറിലേക്കാക്കി അതെല്ലാ ദിവസവും നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കതിനോട് വല്ലാത്തൊരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ, അത് നമുക്ക് ദിവസവും ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ തോന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ആ എന്ത് കഴിവാണോ നിങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിട്ടുകളയാതിരിക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് കമൻറ്റ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് സ്കിൽ എന്നുള്ളതാണ്. അത് ലൈഫിൻ്റെ ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ എന്ത് സ്കില്ലാണോ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അത് ഡെവലപ്പ് ചെയ്യുക. സ്കിൽ, SKIL. കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോസ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ കോഴ്സിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.